ഹായ് നമസ്കാരം. മമ്മൂക്ക, ജിതിൻ കെ ജോസ്, വിനായകൻ ഇവരുടെ കോംബോയിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കളങ്കാവൽ. ഇനി വെറും 6 ദിനങ്ങൾ മാത്രമേ ഉള്ളൂ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താൻ. എന്തായാലും മമ്മൂട്ടി കമ്പനി എടുക്കുന്ന സിനിമകൾക്കൊന്നും പ്രൊമോഷൻ പോരാന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായമെങ്കിൽ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ ആ അഭിപ്രായം നമ്മളങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. കാരണം ഓരോ ദിവസവും സിനിമയുടെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഇറക്കുന്നു, അതുപോലെ തന്നെ വിനായകനുമായിട്ടുള്ള ഇൻ്റർവ്യൂ വരുന്നു. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് മമ്മൂക്കയുടെ ഒരു ചെറിയൊരു പോസ്റ്റർ ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ. അത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക മലയാള സിനിമയിൽ സജീവമാകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമായിരുന്നു. 2 സിനിമകൾ ഇപ്പോൾ ഓൾറെഡി മമ്മൂക്കയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒന്ന് പാൻ ഇന്ത്യൻ സിനിമ ആയിട്ടുള്ള പാട്രിയോട്ട്, മലയാളത്തിൽ ഒട്ടുമിക്ക നടന്മാർ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കായി ഒന്നിക്കുന്ന സിനിമയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ, റെഡ് ബ്ലാക്ക് ലിറിക്കൽ വീഡിയോ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. സംഭവം എന്താണ് എന്ന് ഞാൻ കണ്ടില്ല, നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ട് സാധനം എന്നുള്ളത്. അതോടൊപ്പം തന്നെ മമ്മൂക്കായുടെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിൻ്റെ ഒരു അസ്കിത ഉണ്ടല്ലോ, ഒരു വല്ലാത്ത പഴഞ്ഞം പേരാണ് എന്ന് തോന്നി എനിക്ക്. അപ്പോൾ കോളേജ് കയറി മാരേജ് കോളേജിൽ ഫസ്റ്റ് ഇയർ ഒക്കെ ചെന്നപ്പോൾ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള തരത്തിൽ അത് ഞാൻ അങ്ങോട്ട് ഒളിപ്പിച്ചു. എൻ്റെ പേര് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ നമ്മൾ അന്നത്തെ കാലത്ത് ഈ ഐഡന്റിറ്റി കാർഡ് കോളേജിൽ ഓർമ്മയില്ലേ, ഈ ഐഡന്റിറ്റി കാർഡ് ഒരുത്തൻ്റെ എൻ്റെ നിന്ന് വീണ് കിട്ടിയപ്പോൾ എൻ്റെ പേര് ഇങ്ങനെ മുഹമ്മദ് കുട്ടി എന്ന്. നിന്റെ പേര് മമ്മൂട്ടി എന്നാണ്. അങ്ങനെ എൻ്റെ പേര് മമ്മൂട്ടിയായിരുന്നു. എന്ത് സിമ്പിൾ ആണല്ലേ നമ്മുടെ മമ്മൂക്ക. എന്തായാലും ഈ ഒരു സിനിമ ഉണ്ടല്ലോ, അത് ചരിത്രമാവുന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട. കാരണം നമ്മളെ ഞെട്ടിക്കും ഈ സിനിമ. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇത് നമ്മളെ ഞെട്ടിച്ചിരിക്കും. ഇനി നമുക്ക് ആ ലിറിക്കൽ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓരോ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളെ വല്ലാത്തൊരു എന്താ പറയുക, സിനിമ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷ കൂടുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. സിനിമ എന്തായിരിക്കും, ഏതായിരിക്കും, എങ്ങനെയായിരിക്കും. ഇപ്പം ജിതിൻ കെ ജോസ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ സിനിമയിൽ മമ്മൂക്ക നമ്മളെ ഞെട്ടിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി പറയുന്നുണ്ട്, സാധാരണ പറയാറുള്ളത് പോലെ ചുമ്മാ ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്, കണ്ടു നോക്ക് എന്ന് പറയത്തില്ലേ. മമ്മൂക്ക ടിക്കറ്റ് എടുത്ത് നോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ. ഓരോ ദിവസവും ഓരോ അപ്ഡേഷനാണ്. ഒരു ബിഗ് അപ്ഡേഷൻ വരുന്നുണ്ട്. അതൊരു പക്ഷേ ചിലപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിരിക്കാം ആ ഒരു സാധനം. ഇതുവരെ ഈ സിനിമയിൽ മമ്മൂക്ക എന്താണ്, അല്ലെങ്കിൽ ആരാണ്, എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഒരു തുമ്പും നമുക്ക് കിട്ടിയിട്ടില്ല. നിഗൂഢതകൾ മാത്രം നിറഞ്ഞിട്ടുള്ള, ഇപ്പം ഈ ഒരു ലിറിക്കൽ സോങ്ങിനകത്താണെങ്കിലും ചെലന്തി വലയും, അതായത് പുള്ളി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളല്ല എന്ന് മാത്രം ഇപ്പം മനസ്സിലാക്കുക. അപ്പോൾ റെഡ് ബ്ലാക്ക് ലിറിക്കൽ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അതോടൊപ്പം തന്നെ മമ്മൂക്ക പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. സിനിമ എന്തായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും തുമ്പ്, നമ്മുടെ സൈനൈഡ് മോഹനാണോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ നമ്മൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാൻ. എല്ലാവർക്കും ബൈ.